നമ്മൾ നേരത്തെ പറഞ്ഞ വൺ വേ ക്ലാസിഫിക്കേഷൻ മോഡലായിരുന്നു. ഇവിടെ പറയാൻ പോകുന്നത് ടു വേ ക്ലാസിഫിക്കേഷൻ മോഡലാണ്. വൺ വേ ക്ലാസിഫിക്കേഷൻ മോഡൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റിനെയാണ് കൺസിഡർ ചെയ്തതെങ്കിൽ, ടു വേ ക്ലാസിഫിക്കേഷൻ മോഡൽ നമ്മൾ രണ്ട് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഒരു ടെസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് രണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. നോക്കാം. In one-factor analysis of variance explained above, the treatments constitute different level of a single factor which is controlled in one experiment. എന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പല ലെവലുകൾ, പല വെറൈറ്റീസിനെയാണ് നമ്മൾ അനലൈസ് ചെയ്തത്. There are, however, many situations in which the response variable of interest may be affected by more than one factor. For example, sales of max factor cosmetics, in addition to being affected by the point of sale display, might also be affected by the price charged, the size or location of the store, or the number of competitive products sold by the store. അപ്പോൾ ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ സെയിൽസിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേ, ഒന്നാമത് സെയിൽസ് ഡിസ്പ്ലേ, രണ്ടാമത്തത് പ്രൈസ്, പിന്നെ ലൊക്കേഷൻ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ പല ക്വാണ്ടിറ്റീസ് അഫക്റ്റ് ചെയ്യുക അല്ലേ? ഒരു ക്വാണ്ടിറ്റി മാറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്ലാന്റിൻ്റെ ഈൽഡിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? ഫെർട്ടിലൈസേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം, പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ അതേ വാട്ടർ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലേ? അപ്പം നമ്മൾ ഒരു ഫാക്ടർ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ, ആ ഫാക്ടറിൻ്റെ എഫക്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഫാക്ടറിൻ്റെ എഫക്റ്റ്. പക്ഷേ നമ്മൾ ടു വേ ക്ലാസിഫിക്കേഷനിൽ രണ്ട് ഫാക്ടേഴ്സിൻ്റെ ഇഫക്റ്റ് അറ്റ് എ ടൈം നമ്മൾ നോക്കുകയാണ്. Similarly, petrol mileage may be affected by the type of car driven, the way it is driven, road condition and other factors in addition to the brand of petrol used. When it is believed that two independent factors might have an effect on the response variable of interest, it is possible to design the test so that an analysis of variance can be used to test for the effect of the two factors simultaneously. Such a test is called two-factor analysis of variance. അപ്പം ഇങ്ങനെ അറ്റ് എ ടൈം രണ്ട് ഫാക്ടർ എഫക്റ്റ് മെഷർ ചെയ്യുന്നതിനെ, രണ്ട് ഫാക്ടർ എഫക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. Thus, with the two-factor analysis of variance, we can test two sets of hypotheses with the same data at the same time. അപ്പോൾ നമ്മൾ ടു എഫക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടു ഹൈപ്പോത്തസിസും ഉണ്ടാവും. H01 H02 ഉണ്ടാവും. രണ്ട് നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാവും അല്ലേ? ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫാക്ടർ എഫക്റ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞെടുക്കും നമ്മൾ. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ α1 ആണ്, α1 ഈക്വൽ ടു α2 എക്സെട്ര α k. ആദ്യ ഫാക്ടർ നമ്മൾ ആൽഫ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം എല്ലാ കേസിലും ആൽഫാൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കുക. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ ബീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം നമ്മൾ രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് H02 എന്ന് പറയുന്നത് β1 ഈക്വൽ ടു β2 എക്സെട്ര βk എന്നെടുക്കും. We can plan an experiment in such a way as to study the effect of two factors in the same experiment. For each factor, there will be a number of classes or levels. The procedure for analysis of variance is somewhat different than the one followed while dealing with the problem of one-way classification. അപ്പം രണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടർ നമ്മൾ കോളമായിട്ടും ഒരു ഫാക്ടറിനെ റോ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. റോ എഫക്റ്റും കോളം എഫക്റ്റും. അപ്പോൾ നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. അസ്യൂം ദാറ്റ് ദ മീൻ ഓഫ് കോളംസ് ആർ ഈക്വൽ. അസ്യൂം ദാറ്റ് ദ മീൻസ് ഓഫ് കോളം, അതിൻ്റെ കോളം എഫക്റ്റും ഉണ്ടാവും, റോ എഫക്റ്റും ഉണ്ടാവും. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോളം എഫക്റ്റുകളാണ്. അപ്പോൾ ഈ കോളം എഫക്റ്റുകളെല്ലാം ഈക്വലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ H0 ആദ്യത്തെ നൾ ഹൈപ്പോത്തസിസ് എടുത്തിരുന്നത്. H0 സച്ച് ദാറ്റ് α1 ഈക്വൽ ടു α2 എക്സെട്ര αc. അങ്ങനെ C നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. സോ α1 ഈക്വൽ ടു α2 ഈക്വൽ ടു αc. ബി എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് അസ്യൂം ദാറ്റ് ദ മീൻസ് ഓഫ് ഓൾ റോസ് ആർ ഈക്വൽ. പിന്നെ റോ എഫക്റ്റുകളാണ്. ഈ റോ എഫക്റ്റുകളെല്ലാം ഈക്വൽ ആണെന്നാണ് രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് എടുക്കുന്നത്. എന്നുവെച്ചാൽ β1 ഈക്വൽ ടു β2 ഈക്വൽ ടു βr. ഇവിടെ നമ്മൾ മറ്റേ ആ കറക്ഷൻ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഫൈൻഡ് ടി, ദ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ടി നമ്മൾ കണ്ടുപിടിക്കുക, നമുക്ക് തന്ന ഒബ്സർവേഷൻസിൻ്റെയൊക്കെ സം എടുക്കുക. 3. കാൽക്കുലേറ്റ് SST, ടോട്ടൽ സം ഓഫ് സ്ക്വയർ. എന്നെങ്ങനെയാണ്? സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷൻ്റെ സ്ക്വയർ എടുക്കുക, സം ചെയ്യുക, മൈനസ് കറക്ഷൻ ഫാക്ടർ. അപ്പം SST കിട്ടും.
ഇനി അടുത്തത് SSR ആണ് കിട്ടുന്നത്. SSR എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയർ ഓഫ് റോസിലെ വേരിയേഷന്. SSR എന്ന് പറയുന്നത് എന്താണ്? ആ റോസം ഉണ്ടാവില്ല, റോസമ്മിനെയാണ് നമ്മൾ സമ്മേഷൻ x1 ആ റോ സമ്മുകളുടെ സ്ക്വയർ എടുക്കുക. ഓരോ റോയുടെ സമ്മിൻ്റെ സ്ക്വയർ ബൈ n1 എന്ന് പറയുന്ന ആ റോയിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അത്. പിന്നെ സെക്കൻഡ് റോയിൻ്റെ എന്താണ് സമ്മിൻ്റെ സ്ക്വയർ ബൈ സെക്കൻഡ് റോയിലത്തെ ഒബ്സർവേഷനാണ് n2. ഇതെടുത്തിട്ട് അതിനൊന്ന് എന്ത് ചെയ്യാം, കറക്ഷൻ ഫാക്ടർ കുറയ്ക്കുക. വേറെ സമ്മേഷൻ x1 സമ്മേഷൻ x2 ആർ റോ ടോട്ടൽസ് ആണ്, റോ ടോട്ടൽസ് അതാണ് SSR. ഇതുപോലെ SSC ആണ്, അവിടെ SST അല്ല SSC ആണ് കേട്ടോ. SST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, SSC ആണ്, അത് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. SSC എന്ന് പറയുന്നത് എന്താണ്? കോളം ടോട്ടലുകളുടെ സ്ക്വയർ ബൈ n1. അതുപോലെ ഫസ്റ്റ് കോളം ടോട്ടൽ സ്ക്വയർ ബൈ n1, സെക്കൻഡ് കോളത്തിൻ്റെ ടോട്ടൽ സ്ക്വയർ ചെയ്തിട്ട് n2, അതിന് t² ബൈ n കുറയ്ക്കുക, കറക്ഷൻ ഫാക്ടർ കുറയ്ക്കുക. വേർ സമ്മേഷൻ x1 സമ്മേഷൻ x2 ആർ കോളം ടോട്ടൽസ്. അങ്ങനെ SST കിട്ടി, SSR കിട്ടി, SSC കിട്ടി. അവിടെ SST അല്ല SSC ആണ് കേട്ടോ, കറക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ SSE എന്ന് പറയുന്നത് SST മൈനസ് SSC മൈനസ് SSR ആയിരിക്കും. SSTയിൽ നിന്നും ഈ കോളം വേരിയേഷനും റോ വേരിയേഷനും കുറയ്ക്കുക, അതാണ് SSE എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ MSC എന്ന് പറയുന്നത് SSC ബൈ C-1 ആണ്. അപ്പോൾ C കോളം ഉണ്ടെങ്കിൽ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, MSCൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് C-1 ആണ്. MSR എന്ന് പറഞ്ഞാൽ മീൻ സം ഓഫ് റോ ആണ്. അപ്പോൾ അവിടെ SSR ബൈ R-1, എത്ര റോ ഉണ്ടോ ആ റോ ആണെങ്കിൽ R-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. MSE എന്ന് പറയുന്നത് SSC ബൈ C-1 ഇൻറ്റു R-1 എന്നുവെച്ചാൽ കോളത്തിൻ്റെയും ടോട്ടൽ മൊത്തത്തിലുള്ള വേരിയേഷൻ അല്ലേ. അപ്പം C-1 ഇൻറ്റു R-1, വേർ C നമ്പർ ഓഫ് കോളംസ് ആണ്, R നമ്പർ ഓഫ് റോസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് F വാല്യൂ ഉണ്ടാവും, ഒന്ന് കോളത്തിൻ്റെയും ഒന്ന് റോയുടെയും. FC എന്ന് പറയുന്നത് MSC ബൈ MSE ആണ്. FR എന്ന് പറയുന്നത് MSR ബൈ MSE ആണ്. രണ്ട് F വാല്യൂ ഉണ്ടെങ്കിൽ രണ്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ വാല്യൂ ഉണ്ടാവും അല്ലേ. ഇഫ് FC ലെസ് ദാൻ ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് H0, α1 ഈക്വൽ ടു α2 എക്സെട്ര α-C എടുക്കും. ഇപ്പോൾ FR ലെസ് ദാൻ ടേബിൾ വാല്യൂ ആക്സെപ്റ്റ് H0, β1 ഈക്വൽ ടു β2 എക്സെട്ര βr എടുക്കും. ഇത് ഇതിൻ്റെ അനോവ ടേബിൾ ആണ് കൊടുത്തേക്കുന്നത്. സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ കോളംസ്, ബിറ്റ്വീൻ റോസ്, പിന്നെ എന്താണ് നമ്മൾ SSC എന്ന് പറയുന്നത് എന്താണ് വിത്തിൻ സാമ്പിളിലുള്ള. അപ്പം സം ഓഫ് സ്ക്വയേഴ്സ് SSC ഉണ്ട്, SSR, SSE, ടോട്ടൽ SST. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം SSCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് കോളം -1 C-1, SSRന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് റോ -1 R-1, SSCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C-1 ഇൻറ്റു R-1, SSTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് n-1. അതുപോലെ മീൻ സ്ക്വയേഴ്സ് ആണ് MSC, MSR, MSC. FC എന്ന് പറയുന്നത് MSC ബൈ MSE, FR MSR ബൈ MSE. ഈ പ്രോബ്ലം നോക്കുക. The following represent the number of units of production per day turn out by 4 different workers and 5 different types of machines. On the basis of this information, can it be concluded that the mean productivity is same for different machines? The mean productivity is different with respect to different workers. അപ്പം ആദ്യം കൊടുത്തേക്കുന്നത് ഈ കോളം വൈസിൽ കൊടുത്തേക്കുന്നത് ABCD എന്ന് പറയുന്ന ഡിഫറെൻറ്റ് മെഷീൻസ് യൂസ് ചെയ്തിട്ടുകൊണ്ടുള്ള എഫക്റ്റുകളാണ്. 1 2 3 4 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വർക്കേഴ്സ് കൊണ്ടുള്ള എഫക്റ്റുകൾ. അപ്പോൾ റോയിലും ഒരു എഫക്റ്റ് ഉണ്ട്, കോളത്തിലും ഒരു എഫക്റ്റ് ഉണ്ട്, അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ABCDE എന്ന് പറയുന്ന 5 മെഷീൻസും ഉണ്ട്, 1 2 3 4 വർക്കേഴ്സും ഉണ്ട്. ഇത് രണ്ടിലും കൂടെയുള്ള ആ എഫക്റ്റാണ് ആ ടേബിൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എന്താണ് ഈ കോളം മെഷീൻസിൻ്റെ എഫക്റ്റ് എല്ലാം ഈക്വൽ ആണോ, അതുപോലെ വർക്കേഴ്സിൻ്റെ എഫക്റ്റ് എല്ലാം ഈക്വൽ ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. Let us take the hypothesis that a mean productivity of different machine is same. നമ്മൾ എടുക്കുന്നത് mean productivity of machine is same എന്നാണ്. എന്ന് വെച്ചാൽ H0 such that α1 equal to α2 equal to α3 equal to α4 equal to α5, and that the 4 workers don't differ in respect of productivity. To carry out the analysis of variance such that is β1 equal to β2 equal to β3 equal to β4. കറക്ഷൻ ഫാക്ടർ T² ബൈ N കാൽക്കുലേറ്റ് ചെയ്യുക. T² എന്ന് പറഞ്ഞാൽ എന്താണ് 4 + 6 + 7 + 3
പ്ലസ് 5 പ്ലസ് 8 പ്ലസ് 6 പ്ലസ് 5 അങ്ങനെ എല്ലാ ഒബ്സർവേഷൻ ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള ഒബ്സർവേഷൻസിനെയൊക്കെ സം ചെയ്ത് ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 20 ഇത് കറക്ഷൻ ഫാക്ടർ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SSC ആണ്. SSC കണ്ടുപിടിക്കാൻ എന്ന് വെച്ചാൽ കോളം സം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. 20 സ്ക്വയർ 20 ഫസ്റ്റ് കോളത്തിൻ്റെ സമ്മ്, 24 സെക്കൻഡ് കോളത്തിൻ്റെ സമ്മ്, 20 തേർഡ് കോളത്തിൻ്റെ സമ്മ്, അങ്ങനെ കോളം സമ്മ് കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 20 സ്ക്വയർ ബൈ 4 പ്ലസ് 24 സ്ക്വയർ ബൈ 4 20 സ്ക്വയർ ബൈ 4 പ്ലസ് 28 സ്ക്വയർ ബൈ 4 പ്ലസ് 20 സ്ക്വയർ ബൈ 4 മൈനസ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ അത് SSC കിട്ടി. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ? C-1. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ട്? 5 കോളംസ് ഉണ്ട്. സോ 5 - 1 4. ഇനി SSR കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ അത് റോ സം കിട്ടിയിട്ടുണ്ട്. റോ സമ്മിൻ്റെ സ്ക്വയർ എടുക്കുക ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 25 സ്ക്വയർ ബൈ 5 പ്ലസ് 29 സ്ക്വയർ ബൈ 5 പ്ലസ് 36 സ്ക്വയർ ബൈ 5 പ്ലസ് 22 സ്ക്വയർ ബൈ 5 മൈനസ് കറക്ഷൻ ഫാക്ടർ 22 കിട്ടും. SSR. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? നമ്പർ ഓഫ് റോ മൈനസ് 1. നമ്പർ ഓഫ് റോ എത്രയാണ്? 4 - 1 3. ഈ ടോട്ടൽ സം ഓഫ് സ്ക്വയർ SST എങ്ങനെയാണ്? ഈ ഓരോ ഒബ്സർവേഷൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക മൈനസ് കറക്ഷൻ ഫാക്ടർ. അതാണ് SST. ഇങ്ങനെ SST കിട്ടി, SSC കിട്ടി, SSR കിട്ടി. അങ്ങനെയാണെങ്കിൽ SSC എന്താണ്? SST മൈനസ് SSC മൈനസ് SSR. ടോട്ടൽ വേരിയേഷനിൽ നിന്നും കോളം വേരിയേഷനും റോ വേരിയേഷനും കുറച്ച് കിട്ടുന്നതാണ് SSE എന്ന് വെച്ചാൽ 30. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? C-1 × R-1 5 - 1 × 4 - 1 = 12 കിട്ടും. നമ്മൾ ആ ടേബിൾ എഴുതുകയാണെങ്കിൽ സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ മെഷീൻസും ഉണ്ട്, ബിറ്റ്വീൻ വർക്കേഴ്സും ഉണ്ട്. അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് എഴുതുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുക, അങ്ങനെ എഫ് വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ എഫ് വാല്യൂ FC എന്ന് പറഞ്ഞാൽ കോളം വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന എഫ് വാല്യൂ എന്ന് പറയുന്നത് 1.28 ആണ്. FR എന്ന് പറയുന്നത് 2.93 ആണ്. ഫോർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ 12 എഫ് വാല്യൂ 3.26 ആണ്. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് FC ഈസ് ലെസ് ദാൻ ദ table value. Our hypothesis is true. There is no significant difference in the mean productivity of 5 machines. ഇനി അടുത്ത എഫ് വാല്യൂ നോക്കുകയാണെങ്കിൽ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 3.49 ആണ്. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. അവർ ഹൈപ്പോത്തിസിസ് ട്രൂ. അപ്പോൾ രണ്ട് കേസിലും ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഹെൻസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ